കുറേ അതെ സോ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഈ വർഷം നമ്മൾ വ്ളോഗ് എടുത്തിട്ടേ ഇല്ല. അപ്പം കുറേ നാൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഞങ്ങള് ഇപ്പൊ 3 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കും എന്താ ബാക്കിയുള്ളവർക്ക് എവിടെ എന്താ എന്നൊക്കെയാ. സോ അവരൊക്കെ ഓരോരോ സ്ഥലത്ത് ജോലിയുടെ ആവശ്യത്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ്, ലണ്ടൻ പോവാണ്. പക്ഷെ എല്ലാവർക്കും അറിയാലോ, അപ്പം നമ്മള് ഇന്ന് ലണ്ടൻ പോവാണ്. കുറെ നാൾക്ക് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഇന്ന് എല്ലാവർക്കും അറിയാലോ, ഇന്ന് ദൃശ്യം ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 ദിവസമായി. സോ ഞങ്ങൾ അത് കാണാനായിട്ടാണ് ഈ പോകുന്നത്. എന്താകും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. സോ ഞങ്ങളുടെ എല്ലാ ട്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞങ്ങളിപ്പം ബസ്സിനാണ് പോകുന്നത്, കാരണം ഞങ്ങൾ ആരും വണ്ടി എടുത്തിട്ടില്ല. ഇവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരും വണ്ടി എടുത്തിട്ടില്ല. പക്ഷെ വൈകാതെ ഞാൻ പഠിക്കും, എന്നിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, യാ ഷുവർ. അപ്പം ഇവിടെ ബസ് ഇപ്പോൾ വരും 8:15 ടൈം എത്രയാണ്? 8:15 ബസ് വരും. അപ്പം നമുക്ക് അതുവരെ നമുക്ക് കാണാം. നമ്മൾ ഇറങ്ങി, നമ്മുടെ വണ്ടി വന്നു, നമ്മുടെ ബസ് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ഒക്കെ നോർമൽ ക്ലൈമറ്റ് ഉണ്ടായിരുന്നു അല്ലേ? നോക്കാൻ പോകുന്ന വഴിയിൽ എന്തൊക്കെയും വിശേഷിട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. അതല്ലാണ്ട് എന്താ എക്സ്പെക്ടേഷൻസ് എന്താ? എക്സ്പെക്ടേഷൻസ് പറ. ഇന്നലെ റിലീസ് ആയതിനു ശേഷം അശ്വന്ത് റോക്കിന്റെ റിവ്യൂ ഒന്ന് ഞാൻ കണ്ടുപോയി. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ആ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അതനുസരിച്ച് സിനിമ കണ്ടതിന് ശേഷം ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ അത് അശ്വന്ത് റോക്കിന്റെ അടുത്ത് തോട്ടിലെറിയണമെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. എനിക്ക് ഞാൻ അറിയാതെ തുറന്നിട്ട്, കാരണം അതുപോലെ അത്രയ്ക്കും ഞാൻ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് അറിയാൻ വേണ്ട എന്ന രീതിയിലാണ് ഞാൻ വെച്ചിരുന്നത്. എനിക്ക് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മാത്രം അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, പറയാൻ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അവരെ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലണ്ടനിലെത്തി കേട്ടോ. ഇപ്പോൾ സമയം 10:15 കഴിഞ്ഞു. ലൈക്ക് ഒരു 1.5 hours ഇതുണ്ടായിരുന്നു. എത്തി. തണുപ്പ് കുഴപ്പമില്ല കേട്ടോ. ചെറിയ തണുപ്പുണ്ട്, എന്നാലും ചെറിയ കാറ്റുണ്ട്. കാറ്റാണ് പ്രശ്നം. ഡിഗ്രി എത്രയാണ് ഇവിടെ? 14 ഡിഗ്രി. പിന്നെ നമ്മൾ ഇവിടെ വന്ന് കഴിക്കണം. വിശക്കുന്നുണ്ട് നന്നായിട്ട്. രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കഴിക്കാനായിട്ട് പോകണം. ഒരു റെസ്റ്റോറൻറ്റ് തപ്പട്ടെ കേട്ടോ. ഇവിടെ പോകുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ്. നേരെ ഗൈസ്, എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് വള്ളി കഴിഞ്ഞു. സോറി, ദൃശ്യം കാണാൻ വന്നിട്ട് ഞങ്ങൾ കണ്ടു, എല്ലാരും കണ്ടു. എല്ലാം വേണം. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്നല്ല, എവിടേക്ക് ഗൂഗിൾ മാപ്പ് ഞങ്ങൾ കൊണ്ടുപോവാണ്. നേരെ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ കോലം നോക്കി. ഹൈപ്പോട്ടനീസ് കൊള്ളാം. ഇവർക്ക് മുട്ടിയുണ്ട്. ഇനി ഞങ്ങൾക്ക് വെറും 3 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഞങ്ങള് മൈ റൊട്ടി മൈ ദോശ എന്ന് പറഞ്ഞ കടയിലെത്തും. ഓക്കെ, സോറി, എത്തുന്നേ. ഓക്കെ, സോ കുഴപ്പമില്ല, നടക്കാം. ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ദൃശ്യം കാണാൻ പോകും. 1 hour ഏകദേശം നടന്നിട്ടുണ്ട്. after 4
5 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ മൈറൊട്ടിയിൽ മൈദോശയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി. ഞങ്ങൾ വിശക്കുന്നുണ്ട് നന്നായിട്ട്. തണുപ്പ് കുഴപ്പമൊന്നുമില്ല, ക്ലൈമറ്റ് ഓക്കെയല്ലേ? ഇപ്പോൾ ഓക്കെ ആയി, സെറ്റായി. വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ തളർച്ച കേട്ടോ. വന്നു, ഫ്രഷായി, ഓർഡർ ചെയ്തു. നമ്മളുടെ പൊടി മസാല ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു നമ്മൾ ഓർഡർ ചെയ്ത പൊടി മസാല ദോശ. പിന്നെ ഞാൻ ഭയങ്കര റോസ് മിൽക്കും അവനൊരു മോരും വെള്ളമാണ് പറഞ്ഞത്. ഇതും കൂടി ചേർത്ത് 3rd ടൈമാണ് വരുന്നത്. ഇവിടെ നല്ല ദോശാസൊക്കെ നല്ല 24 hours ആണ് ഇതിൻ്റെ ഓപ്പൺ ആണ്. നല്ല എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. വെറൈറ്റി ഓഫ് ദോശാസ്. പിന്നെ വേറെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അത് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. റിവീൽ ചെയ്യുന്നില്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് പറയണേ. ഓക്കെ, ചൂട് കാപ്പിയാണ് നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിരിക്കുന്നത്. വേലക്കൊന്നും ഇഷ്ടപ്പെടാൻ കഴിയും. റോസ് മിൽക്ക് കുടിച്ചു. റോസ് മിൽക്കും ഇത് നാട്ടിലെ മോരും വെള്ളം രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വേറൊരു വ്ളോഗ് നിങ്ങൾ കണ്ടറിയാം. ഇതുപോലെ അവൻ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സാമ്പാറും ചിക്കനും ഏതാണ്ട് കഴിച്ചിട്ടുണ്ട്. നിങ്ങളാരെയും ആ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തോട്ട് പിൻ ചെയ്തിടാം കേട്ടോ. നിങ്ങളത് പോയി കാണും. കോമ്പിനേഷൻ എന്താണ് സാധനം? ഇതെന്താന്ന് എനിക്കറിയില്ല. സൂപ്പ് സാമ്പാറിൽ ചിക്കൻ മുക്കി കഴിക്കുന്നു കേട്ടോ. ഇവന് മാത്രമേ അത് പറ്റുള്ളൂ. എടുത്തോ, ശരി കഴിക്കണ്ടേ? നമ്മുടെ ദോശ വന്നു കേട്ടോ. വലിയ ദോശ. അതെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. ഫസ്റ്റ് ബൈറ്റ് ഞാൻ എങ്ങനെ സാമ്പാറിന് ടൊമാറ്റോ ചട്നി ഉണ്ട്, മെല്ല ചട്നി ഉണ്ട്, ഈ ചട്നി എല്ലാം മുക്കി വലിയ ദോശ കേട്ടോ. കഴിക്കട്ടെ. ഞാൻ നേരത്തെ ഹെവൻ ഇനി ഞങ്ങൾക്ക് ഉഴുന്നോടെ വരാൻ കേട്ടോ. ഇത് നോക്കിയിട്ട് പീനട്ട് ചട്നിയാണ്. അവൻ മിക്കവാറും അതും റോസ് മിൽക്കും കൂടെ കഴിക്കും. മിക്സ് ചെയ്തിട്ട് ഒരു അടി ചെയ്താൽ ഹെവനാണോ? കാവ്യ എങ്ങനെയുണ്ട്? നമ്മള് നമ്മുടെ ഫുഡടി എല്ലാം കഴിഞ്ഞ് നമ്മള് ലാംപ്ടൺ മോള് പോട്ടെ, സോറി, ഇതിൻ്റെ പേര് വൈറ്റ് ഹോക്സ് മോൾ. ലാംപ്ടൺ മോൾ ഞാൻ അവിടെ വൈറ്റ് ഹോക്സ് മോളിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, സോ ചാർജ് ഇട്ടേക്കാൻ വന്ന സിനിമ 5 മണിക്കാണ്. അപ്പം അതുവരെ ചിലപ്പോൾ കുത്തിയിരിക്കേണ്ടി വരുമായിരിക്കും, അറിയത്തില്ല. ഇപ്പം ഇവിടെ ഇരിക്കാനാണ് നമ്മുടെ പ്രസൻറ്റ് മൂഡ് തോന്നുന്നത്. പിന്നെ ഇവർക്ക് എന്തോ കമ്മൽ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മൽ വാങ്ങി പോകണ്ടേ? മേടിക്കാം. അതിനിപ്പോൾ എന്താ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ലിപ്സ്റ്റിക് ഇടണ്ടിരിക്കുക, അതിനാണ് ഈ ഷോ കാണിക്കുന്നത് നമുക്ക്. ഓക്കെ, മസ്കാര എനിക്കിതേ ഉള്ളൂ, ഐലൈനർ. എനിക്ക് മസ്കാര ഇവിടെ മസ്കാര മേടിച്ചാലോ? This one. പിടിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോരണം. ചേട്ടാ നീ ശരിക്കും എടുക്കുവാണോ? അല്ല ഇപ്പത്തെ അറിയോ റിസൾട്ട്? ഒരു ഭാഗ്യപരീക്ഷണമാണ്. അതെ. ഇനി എങ്ങനെ അറിയും? ഏത് സ്ക്രാച്ച്?
ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണ്ടേ? ഇതുകൊണ്ട് പറ്റും. യാത്ര ഉണ്ട്, ഇത് മാത്രം ചെയ്താൽ ആ അറിയാം. അവൻ്റെ നോട്ട് എ വിന്നിംഗ് ടിക്കറ്റ്. നമ്മൾ തോറ്റുപോയി. കുഴപ്പമില്ല കേട്ടോ, നമ്മൾ വെറുതെ ലോട്ടറി എടുക്കാൻ വന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു നീണ്ട യാത്രയായിരുന്നു. നമ്മൾ ഇമാജിൻ സിനിമാസിൽ ഞങ്ങൾ ഓർത്തു 5:30ക്കാണ് ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. 5:30ക്ക് എത്താൻ പറ്റുമെന്ന് ഒരു അറിവില്ലായിരുന്നു. പക്ഷേ കാരണം നമുക്കിവിടെ നമ്മൾ ലണ്ടനിൽ കാണുന്നില്ലാതെ ആദ്യമായിട്ടാണല്ലോ. അപ്പം എങ്ങനെ ബസ് കിട്ടും എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങൾ കുറേ സ്ഥലത്ത് ഓടി, കുറേ സ്റ്റോപ്പിൽ നിന്നു. പക്ഷെ ഫൈനലി ഞങ്ങൾക്ക് ഓരം കണ്ട് അറിയാലോ, തളർന്ന് കുഴഞ്ഞ് ഇങ്ങനെയൊക്കെയോ എത്തി. അതെ. ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി കേട്ടോ, ദൃശ്യം കണ്ടിറങ്ങി. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഥ ഡീറ്റെയിലിംഗ് ഒന്നും എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ പോയി കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ മുഖത്തെ വാടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. പടം നല്ലൊരു പടമാണ്. നമ്മൾ ദൃശ്യം 1ഉം ദൃശ്യം 2ഉം കണ്ടവർക്ക് ദൃശ്യം 3 ഇഷ്ടപ്പെടാമെന്ന് വരത്തില്ല. അത് അതേ മോഡലിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു കുറച്ചും കൂടി ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാമിലി സ്റ്റോറിയാണ്, ത്രില്ലറല്ല. ഓവറോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് പടം ഫീലാവും. സിനിമ ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് നമ്മൾ ലണ്ടൻ വിടുവാണ്, സണ്ണിയിൽ പോവാണ്. നല്ല ഇപ്പോൾ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര ഇമോഷണൽ ടച്ചുള്ളൊരു മൂവിയായിരുന്നു. 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഇമോഷണലായിരുന്നു. ഞാൻ ലിറ്ററലി ഇരുന്ന് കരയായിരുന്നു തിയേറ്ററിൽ. ഭയങ്കരമായിട്ട് പ്രശ്നം. അതാണ് എൻ്റെ വിഷയം. സംസാരിക്കുന്നതിനിടയ്ക്ക് പക്ഷെ അത് സീനില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. ഇത് കട്ട് ചെയ്യും. അതായത് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇരിതോടുവോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് സ്റ്റാർട്ടിങ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് ദൃശ്യം 1ഉം 2ഉം പോകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. എൻഡിങ്ങിൽ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കും. ഞാനിങ്ങനെ വല്ലാണ്ടായിപ്പോയി. ഞാൻ ഒരുപാട് ഹൊററും ത്രില്ലറും അങ്ങനെ ബ്ലഡ് ഷെഡ് മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നേരം ഞാൻ ഇത്ര കണ്ണുപൊത്തിയിരുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ കാണുമ്പോഴത്തേന് എനിക്ക് പേഴ്സണലി ഫീലായി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരു സാധാരണ ഒരു സ്റ്റോറി മൂവി ആണ്. ജിജു ജോസഫിന്റെ പടം ത്രില്ലിംഗ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അങ്ങനെയൊന്നും അല്ല പടം. കുറച്ച് നല്ല ഇമോഷണലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടം. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാത്ത നെഗറ്റീവ് സൈഡ് എന്ന് പറയുവാണെങ്കിൽ എനിക്ക് എഡിറ്റിംഗ് തീരെ എനിക്ക് അങ്ങോട്ട് എന്തോ കണക്റ്റ് ആയിട്ടില്ല. എഡിറ്റിംഗ് ഇഷ്ടമായിരുന്നു, നല്ലായിരുന്നു എഡിറ്റിംഗ്. ചില സീൻസിൽ VS വിനായകാണ് തോന്നുന്നു എഡിറ്റർ. പുള്ളി ദൃശ്യം 2ഉം നേരും ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അന്നേരം നല്ല ഇതായിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറേ എനിക്കൊരു ഈ VFXും സാധനങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇത് എന്തോ പോലെ തോന്നി. ഡയറക്ഷനും തോന്നിയായിരുന്നു. ഡയറക്ഷനും എനിക്ക് അങ്ങനെ എന്തോ എഡിറ്റിംഗ് ഒരു ചെറിയ അഭിനയം കമ്പാരിറ്റീവ്ലി എഡിറ്റിംഗ്. ചില ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ അഭിനയവും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല ചിലത്. അങ്ങനെയൊക്കെ കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും പറയുന്ന പോലെ അത്ര ഗംഭീരമായിട്ട് തോന്നിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നിയില്ല. ദൃശ്യം 1ആയിട്ട് പടം കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൃശ്യം 1ആണ് എപ്പോഴും ടോപ്പ് മോസ്റ്റ്. ദൃശ്യം 2, 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോശമല്ല. എന്നാലും ഇത് കുറച്ചും കൂടി ഇമോഷണൽ രീതിയിൽ
കൊണ്ടുപോയി ക്ലൈമാക്സ് ത്രില്ലിംഗ് അല്ല, കുറച്ചും കൂടി ഫാമിലി ഡ്രാമ ഇമോഷണൽ രീതിയിൽ അവർ കൊണ്ടുവന്ന് ഒതുക്കി, അല്ലെങ്കിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഒരു ടച്ചിങ് ഫീൽ കിട്ടി. സോ ഓവറോൾ ഓക്കെ, ഗുഡ് മൂവി. ഞങ്ങൾ എന്തായാലും ഊബർ ബുക്ക് ചെയ്തു. റൈഡ് പെട്ടെന്ന് കേട്ടോ വന്നത്, അതുകൊണ്ട് ഒന്ന് പെട്ടപ്പേ നമ്മൾ വണ്ടിലോട്ട് കയറി. സോ ഞങ്ങളുടെ ട്രിപ്പ് കഴിയുന്ന നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ലതായിരുന്നു, മൂവിയും കണ്ടു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. സോ എല്ലാവരും പോയി ഫസ്റ്റ് ഓഫ് ഓൾ ദൃശ്യം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടാറ്റാ.